ഹലോ ഗൈസ്, ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി അമിതമായി ചിന്തിക്കുന്നതാകും എന്നല്ലേ നമ്മൾ കരുതുന്നത്. എന്നാൽ ഇതിന് നിറയെ കാരണങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്, ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുന്നത്, കൃത്യമായുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം ഒരുമിച്ച് ചേർത്താണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് മിക്ക ആളുകളും ഈ ഓവർ തിങ്കിങ്ങിൽ നിന്നും പുറത്തു വരണം എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്നും എങ്ങനെ പുറത്തു വരാം എന്ന് നോക്കുന്നതിനിടയിലാണ് ചാണക്യർ എഴുതിയ ചാണക്യ നീതി എന്ന ബുക്കിനെ പറ്റി കേൾക്കുന്നത്. ഈ ബുക്കിൽ ഓവർ തിങ്കിങ്ങിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നും അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുമൊക്കെ കൃത്യമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് വളരെയധികം കാലം പഴക്കമുള്ള പുസ്തകമാണെങ്കിലും ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉപയോഗമുള്ളതാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ചാണക്യ നീതി എന്ന ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽഡ് ആയാണ് നോക്കാൻ പോകുന്നത്. ഗൈസ്, ലൈഫിൽ നമ്മൾ സ്കൂൾ, കോളേജ്, ഓഫീസ് എന്നിങ്ങനെ ഏത് സ്റ്റേജിലിരുന്നാലും ആ ജോലിയിലുള്ള ടെൻഷൻ മൂലം നിങ്ങൾ ഡിപ്രഷനിലായേക്കാം. ഈ ഡിപ്രഷൻ ചിലപ്പോൾ നിങ്ങളെ ഓവർ തിങ്കിങ്ങിൽ വരെ കൊണ്ടെത്തിച്ചേക്കാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കൂ. ഞാൻ പറയുന്ന പോയിന്റ്സിൽ നിന്ന് തീർച്ചയായും നിങ്ങൾക്ക് മോട്ടിവേഷൻ ലഭിക്കും. നമ്പർ 1, എൻജോയ് യുവർ ഓൺ കമ്പനി. നമുക്കെല്ലാവർക്കും ലൈഫിൽ വലിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം എന്നുണ്ടാകും. എന്നാൽ ഈ ഓവർ തിങ്കിങ്ങിനെ ദയവ് ചെയ്ത് അടുത്ത അളവിലേക്ക് വളർത്തിക്കൊണ്ടു പോകരുത്. കാരണം ഇതുമൂലം നിങ്ങൾക്ക് നിറയെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. നമ്മുടെ കൂട്ടത്തിലുള്ള മിക്ക ആളുകളുടെയും പ്രശ്നം ഈ സൊസൈറ്റിയും മറ്റാളുകളുമാണെന്നാണ് നമ്മൾ മിക്കപ്പോഴും കരുതുന്നത്. എന്നാൽ സത്യം എന്താണെന്നാൽ പുറത്തുള്ള ആളുകൾ മൂലമുള്ള പ്രശ്നത്തെക്കാൾ വലുത് നമുക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഇത് നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം. നമ്മുടെ ചിന്ത ശരിയാണെങ്കിൽ മാത്രമേ നമ്മൾ സഞ്ചരിക്കുന്ന പാതയും ശരിയായിരിക്കുകയുള്ളൂ. നമ്മുടെ മൈൻഡ് നല്ല ക്ലിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ചിന്തകൾ മാത്രമേ നമുക്കുള്ളിൽ ഉള്ളെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള വഴിയും ക്ലിയർ ആയിരിക്കും. ഇനി നമ്മുടെ പാത ക്ലിയർ അല്ലെങ്കിൽ നമുക്കുള്ളിൽ ഭയമുണ്ടാകും. മാത്രമല്ല ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനും നമ്മളെ കൊണ്ട് കഴിയാതെ വരും. ഈ ഓവർ തിങ്കിങ് കൊണ്ട് നമുക്കൊരു ഗുണവുമില്ലെന്ന് കാണിക്കാനായി ചാണക്യർ പറഞ്ഞത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഈ ലോകത്ത് ജനിക്കാൻ നേരവും മരിക്കാൻ നേരവും നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നതും പോകുന്നതും. ഇതിനിടയിലുള്ള ജീവിതത്തിൽ നമ്മൾ നിറയെ ആളുകളെ കണ്ടുമുട്ടിയേക്കാം. അവരെല്ലാം ജീവിതത്തിലെ ഒരു പാർട്ടാണ് എന്ന് കരുതി ഇവരെല്ലാം നമ്മളെ സ്നേഹിക്കണം, നല്ലത് മാത്രം പറയണം എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് വേദനകൾ മാത്രമേ നൽകുകയുള്ളൂ. മാത്രമല്ല മാനസികമായി അത് നിങ്ങളെ തകർക്കുകയും ചെയ്യും. സോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് മോട്ടിവേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതല്ലാതെ മറ്റുള്ളവരെ വെച്ച് സ്വയം കമ്പയർ ചെയ്ത് വെറുതെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വിട്ടിട്ട് നിങ്ങൾക്ക് വേണ്ട സമയം സ്വയം കണ്ടെത്താൻ ശ്രമിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നത് നോക്കിയിരിക്കുന്ന ആളുകളാണ് കൂടുതലായി ഉള്ളത്. ഇത് കാരണം തന്നെ നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും എന്നതൊക്കെ നമ്മൾ അറിയാതെ പോകും. ഇത് ഓവർ തിങ്കിങ്ങിൽ പെട്ടുപോകാനുള്ള വലിയൊരു കാരണമാണ്. സോ എൻജോയ് യുവർ ഓൺ കമ്പനി. ഓവർ തിങ്കിങ്ങിൽ നിന്നും പുറത്തു വരാനുള്ള രണ്ടാമത്തെ പോയിന്റ്, ടൈം ഡിസൈഡ്സ് എവറിത്തിങ്. നിങ്ങൾ കഴിക്കുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്തെന്ന് കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലും സമയം നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കില്ല. ഒരു ജോലി ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് ധാരാളം സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഈ ഓവർ തിങ്കിങ് ആണ്. ജോലിയിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയെങ്കിൽ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരു ദിവസം മുഴുവൻ പാഴാക്കി കളയുന്ന പരിപാടി നമ്മളിൽ തന്നെ പലരും പലപ്പോഴും ചെയ്യാറുള്ളതാണ്. ടൈം എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഓർഡിനറി പേഴ്സണെ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആക്കി വരെ മാറ്റാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും യുണീക്കായ ഒരു ടാലന്റ് ഉണ്ടായിരിക്കും. അത് ആര് കൃത്യസമയത്ത് ഉപയോഗിക്കുന്നോ അവർക്ക് അവരുടെ ലൈഫിൽ നേട്ടങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയും. സമയത്തിന്റെ വാല്യൂ അറിയാവുന്ന ആരും എന്ത് പ്രശ്നമുണ്ടായാലും അതിനെപ്പറ്റി ആലോചിച്ച് വെറുതെ ഓവർ തിങ്ക് ചെയ്തിരിക്കാറില്ല. ഇനി എന്ത് പ്രശ്നമുണ്ടായാലും അതിനെയെല്ലാം ഫേസ് ചെയ്യും എന്ന കോൺഫിഡൻസ് ഇവർക്കുള്ളിൽ കാണും. ഇതുള്ളത് കൊണ്ട് തന്നെ ഇവർ ടൈമും വേസ്റ്റ് ആക്കി കളയില്ല. ഒരു കാര്യം ചെയ്യാൻ കുറേ തവണ ശ്രമിച്ചിട്ടും അത് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഇതെന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്കതിനുള്ള കഴിവില്ല എന്നൊക്കെ തോന്നുന്നത് ഈ ഓവർ തിങ്കിങ് മൂലം നമ്മുടെ മനസ്സിലുണ്ടാകുന്നതാണ്. ഇനി ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക. വിത്ത് വിതയ്ക്കുമ്പോൾ അത് അപ്പോൾ തന്നെ മുളച്ചു വരില്ല. അതിന് വളരാനുള്ള സമയമെടുത്ത് മാത്രമേ അത് വളർന്ന് വലുതാകുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. സോ ഓവർ തിങ്കിങ് ചെയ്യാതെ
കോൺഫിഡൻ്റ് ആയി എന്ത് പ്രോബ്ലം വന്നാലും അതിനെ സോൾവ് ചെയ്യുക. ഓവർ തിങ്കിങ് നമ്മുടെ സമയത്തെ വെറുതെ പാഴാക്കി കളയും. അതുകൊണ്ട് ഇതിനെ മുഴുവനായും ഒഴിവാക്കുക. നമ്മുടെ സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ആരായി തീരും എന്നത് തീരുമാനിക്കുന്നത്. സോ നമ്മുടെ ലക്ഷ്യത്തെ നോക്കി നമ്മൾ പോകുമ്പോൾ അതിനു വേണ്ടിയുള്ള സമയവും നമ്മൾ മാറ്റിവെക്കണം. ഇത് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ അനാവശ്യമായി ഫോക്കസ് ചെയ്ത് അതിൽ ടൈം വേസ്റ്റാക്കി ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്യാൻ നമ്മൾ തുടങ്ങും. അങ്ങനെ ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്ത് വേണ്ടത് ചെയ്യണം. ടൈം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? എന്നാൽ ഇനി ഒരു കാര്യം പറയട്ടെ. ഇത് നിങ്ങൾക്കുള്ളൊരു ടൈമാണ് നിങ്ങളുടെ ഓവർ തിങ്കിങ് മാറ്റിയെടുക്കുവാൻ വേണ്ടി, നിങ്ങളുടെ തിങ്കിങ് സ്റ്റൈൽ തന്നെ മാറ്റിയെടുക്കുവാൻ വേണ്ടി. നിങ്ങളുടെ ലൈഫ് എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ലൈഫിനെ ഒന്ന് തള്ളി സ്റ്റാർട്ടാക്കുവാൻ നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മിക്ക കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. പക്ഷേ നമ്മുടെ കണ്ണിലൊരു കരട് പോയാൽ, നമ്മുടെ കാലിലൊരു മുള്ളു കുത്തിയാൽ ചിലപ്പോൾ നമുക്കൊരാളുടെ സഹായം വേണ്ടി വരും, അല്ലേ? നമ്മുടെ വണ്ടി പാതി വഴിയിൽ നിന്നു പോയാൽ അതിനെ ഒന്ന് തള്ളി നീക്കാൻ ഒരാളുടെ സപ്പോർട്ട് വേണ്ടി വരും, അല്ലേ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ ഒരാളുടെ സഹായം നമുക്ക് വേണ്ടി വരും, മറ്റുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും. കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് നമ്മളാണെങ്കിലും നമ്മളെ ഒന്ന് ഉണർത്തിയെടുക്കുവാൻ ആരെങ്കിലും വേണ്ടി വരും. ചന്ദ്രഗുപ്തന് ചാണക്യനെ പോലെ, ഹനുമാന് ജാമ്പവാൻ ഉണ്ടായിരുന്നത് പോലെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുവാൻ, ഗൈഡ് ചെയ്യുവാൻ ഒരാളുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പലതും അച്ചീവ് ചെയ്യാൻ കഴിയും. അത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്രൂവ് ചെയ്യുവാൻ വേണ്ടി ഫാസ്റ്റ് റീബൂട്ടിന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ട എല്ലാ ഗൈഡൻസും തന്നുകൊണ്ട് നിങ്ങളെ നേർവഴിക്ക് നയിക്കുവാനും പുരോഗതിയിലേക്ക് നയിക്കുവാനും ഒരു മെന്റർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതുകൂടാതെ എല്ലാ ദിവസവും രാത്രി 8:30 പല എക്സ്പെർട്ടുകളുടെയും ലൈവ് സെഷൻ നിങ്ങൾക്കുണ്ടായിരിക്കും. പലതരം അഫർമേഷനുകളും ടാസ്കുകളും ഓഡിയോ ബുക്കുകളും ഇങ്ങനെ പലതും അടങ്ങിയതാണ് ഈ ഫാസ്റ്റ് റീബൂട്ട് മെന്റർഷിപ്പ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലുമുള്ള ഫോം ഫിൽ ചെയ്ത് അയക്കുകയോ കൂടെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ വഴി ബന്ധപ്പെടുകയോ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് മടങ്ങി വരാം. ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാനുള്ള മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ദ പ്രസന്റ് ഈസ് ഫോർ ദ വൈസ്. നിങ്ങൾ എന്തിനെ പറ്റിയാണ് അമിതമായി ചിന്തിക്കാറെന്ന് ചോദിക്കുകയാണെങ്കിൽ പാസ്റ്റിനെ പറ്റിയെന്നാകും ഭൂരിപക്ഷം ആളുകളുടെയും മറുപടി. ഇങ്ങനെയുള്ളവർ ഏകദേശം 100-ൽ 90 പേര് കാണുമായിരിക്കും. വെറുതെ പാസ്റ്റിൽ എന്ത് നടന്നു എന്ന് ചിന്തിച്ച് വെറുതെ സമയം പാഴാക്കാതെ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി ചിന്തിക്കുക. കഴിഞ്ഞുപോയ കാര്യത്തെ മാറ്റാൻ ആരെക്കൊണ്ടും കഴിയില്ല. അത് ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ അപ്പോൾ സംഭവിച്ച തെറ്റിനെ ഇനി എങ്ങനെ സംഭവിക്കാതിരിക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കാര്യമല്ലാതെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നതിൽ വേറെ ഗുണമൊന്നുമില്ല. ഇങ്ങനെ പാസ്റ്റിനെ പറ്റി ആലോചിച്ച് വെറുതെ സമയം കളയാതെ ആ ടൈമിൽ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കണം. അതായത് ഫ്യൂച്ചർ ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, അതിലേക്ക് എങ്ങനെ എത്താം എന്നൊക്കെ ചിന്തിക്കുക. ഇപ്പോൾ എന്ത് നടക്കുന്നോ ആ പ്രസന്റ് മൊമെന്റിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് എത്താനുള്ള സമയവും കുറയും. സോ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ ഫ്യൂച്ചറിന് വേണ്ടി പ്രസന്റ് മൊമെന്റിൽ തന്നെ ഇരിക്കുക. അതിനുവേണ്ടിയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് സക്സസ് ആകാൻ കഴിയും. ഓവർ തിങ്കിങ്ങിൽ നിന്നും പുറത്തു വരാനുള്ള നാലാമത്തെ പോയിന്റ് എന്താണെന്നാൽ ഡിസ്ട്രാക്ഷൻ. ഓഫീസിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി തന്നിട്ട് അത് കൃത്യസമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു തരത്തിലുള്ള ടെൻഷൻ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിലുള്ള ശ്രദ്ധയും നഷ്ടമാകും. ചിലപ്പോൾ ഇതുമൂലം ബോസിന്റെ കയ്യിൽ നിന്നും വഴക്ക് വരെ കിട്ടിയേക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാൻ കഴിയാത്തത് ഡിസ്ട്രാക്ഷൻ കൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വളരെ അധികമുണ്ട്. മൊബൈൽ ഫോണുകൾ അതിനൊരു ഉദാഹരണമാണ്. അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതുമൂലം ഗുണങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായാണ് അതിൽ നമ്മൾ സമയം ചിലവഴിക്കുന്നതെങ്കിൽ അതിലൂടെ നഷ്ടങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യമാണോ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നത് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്തേ തീരുകയുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകണം, അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് ആകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരു ഗുഡ് പേഴ്സൺ ആയി മാറാൻ സാധിക്കൂ. എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, എനിക്കൊരു കഴിവുമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കാതെ നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തി ഏതൊരു കാര്യത്തെയും കോൺഫിഡൻ്റ് ആയി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായും സക്സസ് നേടിത്തരും.
ഇനി മുതലെങ്കിലും ഈ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുന്നതും ഡിസ്ട്രാക്ഷൻസും ഒക്കെ ഒഴിവാക്കി മൈൻഡ് ക്ലിയർ ആക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടെ പാതയും ക്ലിയർ ആയിരിക്കും. ഓവർ തിങ്കിങ് നമുക്ക് വരുന്നത് മിക്കപ്പോഴും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. അതായത് ലോൺലി ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് വരുമ്പോഴാണ്. സോ എല്ലാ സമയവും ഒറ്റയ്ക്ക് മാറിയിരിക്കാൻ നോക്കരുത്. ഇനി അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ തന്നെ മനസ്സിൽ എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അല്ലാതെ വേറെന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് ഡിസ്ട്രാക്ട് ചെയ്യാൻ സമ്മതിക്കരുത്. ഇങ്ങനെ ഡിസ്ട്രാക്ട് ആകുമ്പോഴാണ് മിക്കപ്പോഴും ഓവർ തിങ്കിങ് കൂടുതലായി ഉണ്ടാകുന്നത്. ഈ വീഡിയോയിൽ ഓവർ തിങ്കിങ്ങിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കിയത്. ഇതിനെയെല്ലാം ഒരു ചെറിയ സമ്മറി ആയിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഒന്നാമതായി, എൻജോയ് യുവർ ഓൺ കമ്പനി. എപ്പോഴും എല്ലാത്തിനും മറ്റൊരാൾ ചെയ്യും അല്ലെങ്കിൽ വേറൊരാളെ വിശ്വസിച്ചിരിക്കരുത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതുമൂലം മറ്റുള്ളവരെ പറ്റിയുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ, അതായത് ഓവർ തിങ്കിങ്ങിൽ നിന്നും പുറത്തു വരാൻ സാധിക്കും. രണ്ടാമതായി, ടൈം ഡിസൈഡ് എവറിത്തിങ്. ചില സമയത്ത് ഇത് എന്താ എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കാറുണ്ട്. എന്നാൽ ഈ കാര്യം എല്ലാവരുടെ ജീവിതത്തിലും നടക്കുന്നതായിരിക്കും. സോ നമുക്കായുള്ള ടൈം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ സക്സസും ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കില്ല. മൂന്നാമതായി, ദ പ്രസന്റ് ഫോർ ദ വൈസ്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളതിൽ നമ്മുടെ ശ്രദ്ധ കൊടുക്കണം. പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യാതെ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നാലാമതായി, ഡിസ്ട്രാക്ഷൻ. 100% ആളുകളും ഡിസ്ട്രാക്ഷൻ മൂലമാണ് ഒരു ജോലിയും ചെയ്യാതെ അമിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റാനായി നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡിസ്ട്രാക്ഷനിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ 4 കാര്യങ്ങളും ഫോളോ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് തീർച്ചയായും ഓവർ തിങ്കിങ്ങിൽ നിന്നും പുറത്തു വരാൻ കഴിയും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ബൈ ബൈ.